ഈ കേസിൽ എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. കോടതിക്ക് കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരുടെ ഹർജി ഇപ്പോൾ തള്ളിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, പരമോന്നത നീതിപീഠത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ, ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ എനിക്ക് അങ്ങേയറ്റം വിശ്വാസമുണ്ട്. ഈ കേസ് എത്തേണ്ടിടത്തെത്തും എന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യവുമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ഒളിച്ചോടി ബാംഗ്ലൂർ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ പേരിലാണ് അവിടെ കൊണ്ട് ഈ കേസ് റദ്ദാക്കാനുള്ള ഹർജി നൽകിയത്. യഥാർത്ഥത്തിൽ അതേ ഹർജി തന്നെയാണ് KSIDC കൊണ്ട് കേരള ഹൈക്കോടതിയിൽ നൽകിയത്. അപ്പോൾ അതിനെ ഇവിടെ കേരള ഹൈക്കോടതിയിൽ KSIDC ഹർജി തള്ളിയപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഇൻട്രീം പ്രയർ കോടതി അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോൾ, അതിനെതിരെയാണ് ഇപ്പോൾ അതേ കേസ് തന്നെയാണ് പേര് മാത്രം മാറ്റി KSIDC നിന്ന് മാറ്റി എക്സോലോജിക്ക് എന്നാക്കി കർണാടകയിൽ ഫയൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ഗവൺമെൻറ്റിനുള്ള തിരിച്ചടിയാണ്, മുഖ്യമന്ത്രിക്കുള്ള തിരിച്ചടിയാണ്, വീണ വിജയനുള്ള തിരിച്ചടിയാണ്. ഇനിയെങ്കിലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തൽസ്ഥാനം ഒഴിഞ്ഞ് അന്വേഷണം നേരിടാൻ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡാണ്. ഇതിപ്പോൾ നമുക്കിവിടെ വിജിലൻസിനെ കുറിച്ച് അന്വേഷിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ കമ്പനി ലോ അനുസരിച്ച് 210 അനുസരിച്ചുള്ള എൻക്വയറിയും കൊണ്ട് മാത്രം കഴിയില്ല. കാരണം അതിനപ്പുറത്തേക്ക് കറപ്ഷൻ കടന്നു ചെന്നിട്ടുണ്ട്. മിനറൽസ് ആക്ട്, മൈൻസ് ആൻഡ് മിനറൽസ് ആക്ട് കടന്നു വന്നിട്ടുണ്ട്. അറ്റോമിക് എനർജി ആക്ട് അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കറപ്ഷൻ അനുസരിച്ചുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സമഗ്രമായ വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു അന്വേഷണം മാത്രമേ നടക്കുള്ളൂ. അത്തരത്തിലുള്ള ഏജൻസി എന്ന് പറയുന്നത് SFIO മാത്രമാണ്. അതുകൊണ്ടാണ് SFIOയെ നമ്മൾ SFI അന്വേഷണം ആവശ്യപ്പെട്ടതും SFI അന്വേഷണം അംഗീകരിച്ചതും. ഞാൻ NDAയിൽ പോകുന്നത് ജനുവരി മാസം 31-ാം തീയതിയാണ് ഞാൻ BJP മെമ്പർഷിപ്പ് എടുക്കുന്നത്. ഞാൻ ഈ പരാതി കൊടുത്തത് സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ്. 6 മാസം, ഏറെക്കുറെ 4-5 മാസങ്ങൾക്ക് മുമ്പാണ്. അല്ല, ഈ കേസിൻ്റെ രാഷ്ട്രീയപരമല്ല. ഞാനത് കൃത്യമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഈ കേസുമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞാൻ അനുവാദം ചോദിച്ചിട്ടുണ്ട്. ആ അനുവാദം കൃത്യമായി ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ, BJP കാരൻ എന്ന നിലയിലല്ല, ഇത് പരാതിക്കാരൻ എന്ന നിലയിൽ കേസുമായി മുമ്പോട്ട് പോകാനുള്ള അനുവാദം എൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നിട്ടുണ്ട്. അതെല്ലാം അന്വേഷണ ഏജൻസികൾ, ഞാനല്ലല്ലോ, ഞാനൊരു പരാതിക്കാരനാണ്. അപ്പം ഞാനല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അതിൻ്റെ തെളിവിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് നടപടി വേണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അത് അവർ ചെയ്ത കുറ്റത്തിൻ്റെ ഗ്രാവിറ്റി അനുസരിച്ചാണ് നടപടി വേണ്ടത്.